നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL പവർ റാങ്കിങ് എപ്പിസോഡ് 3 കിടക്കുകയാണ്. കളി തുടങ്ങുന്നതിന് മുമ്പ് ഒരു പവർ റാങ്കിങ് ഇട്ടിരുന്നു. അതിന് ശേഷം നമ്മൾ ആദ്യ റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ എപ്പിസോഡ് അവതരിപ്പിച്ചു. ഇതാ എല്ലാ ടീമുകളും 2 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്നലെയാണ് എല്ലാ ടീമുകളും 2 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയത്. അതിൽ 2 ടീമുകൾ 3 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതൊന്ന് CSKയും ഒന്ന് SRHുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് നമ്മൾ പവർ റാങ്കിങ് അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാ ടീമുകളുടെയും ഓരോ റൗണ്ട് കളികൾ പൂർത്തിയായാലേ നമ്മുടെ പവർ റാങ്കിങ് വരാറുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക് ഈ 11 കളികൾ കഴിഞ്ഞല്ലോ. ഇപ്പോൾ IPLൽ കൂടുതൽ കിരീട സാധ്യത ആർക്കാണ്? പവർ റാങ്കിങ്ങിൽ നമ്മൾ പോയിൻ്റ് പട്ടിക നോക്കിയിട്ടല്ല പവർ റാങ്കിങ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്കറിയാലോ, പോയിൻ്റ് പട്ടികയല്ല പവർ റാങ്കിങ്. ഓരോ ടീമിൻ്റെ പെർഫോമൻസും അവരുടെ സ്ട്രെങ്ത്തും അവരുടെ പ്ലെയേഴ്സിൻ്റെ അവൈലബിലിറ്റിയും അവരുടെ മുന്നോട്ടുള്ള പോക്കിൻ്റെ സാധ്യതയും ഒക്കെ വിലയിരുത്തിയിട്ട് അവതരിപ്പിക്കുന്നതാണിത്. സോ പോയിൻ്റ് പട്ടികയിലെ സ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യാസമുണ്ടാകും. അത് സ്ഥിരമായിട്ട് റാഫ്റ്റോ ക്രിക്കറ്റ് കാണുന്ന നമ്മുടെ പവർ റാങ്കിങ് ഫോളോ ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം. എങ്കിലും എങ്ങനെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞാലും എല്ലാ പവർ റാങ്കിങ് വീഡിയോയുടെ താഴെയും കുറേ ആളുകൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വരും. അതുകൊണ്ടെന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. അവരവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മാന്യമായ ഭാഷയിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇതിൻ്റെയൊക്കെ സംക്ഷിപ്ത രൂപങ്ങൾ, നമ്മുടെ വീഡിയോകളുടെ സംക്ഷിപ്ത രൂപങ്ങൾ നിങ്ങൾക്ക് റാഫ്റ്റോ ക്രിക്കറ്റിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ലഭ്യമാണ്. ഇപ്പോൾ വളരെ സജീവമായിട്ടാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും പോകുന്നത്. നിങ്ങളുടെ പിന്തുണ തന്നെയാണ് അവിടെയും നമ്മുടെ പ്രതീക്ഷ. പിന്തുണ ഉണ്ടാവണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. റാഫ്റ്റോ ക്രിക്കറ്റ് എന്ന് തന്നെയാണ് അതിൻ്റെയും പേര്. ഏതായാലും നമ്മൾ കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പോൾ പവർ റാങ്കിങ്ങിന് മുമ്പ് പോയിൻ്റ് പട്ടിക നോക്കണമല്ലോ. പോയിൻ്റ് പട്ടിക നോക്കുമ്പോൾ 4 ടീമുകളാണ് കളിച്ച 2 കളിയും ജയിച്ച് നിൽക്കുന്നത്, അപരാജിതരായിട്ട് നിൽക്കുന്നത്. RCB, രാജസ്ഥാൻ റോയൽസ്, DC, PBKS ടീമുകൾ. ഇവർക്ക് 4 പോയിൻ്റ് ഉണ്ട്. ഇതിൽ കൂടുതൽ നെറ്റ് റൺ റേറ്റ് ഉള്ളത് അതിൻ്റെ ബലത്തിൽ ഒന്നാമത് നിൽക്കുന്നത് RCB ആണ്. RCB +2.501 നെറ്റ് റൺ റേറ്റോടെ ഒന്നാമത് നിൽക്കുമ്പോൾ +2.233 നെറ്റ് റൺ റേറ്റോടെ രാജസ്ഥാൻ റോയൽസ് രണ്ടാമതും +1.17 നെറ്റ് റൺ റേറ്റോടെ DC മൂന്നാമതും +0.637 നെറ്റ് റൺ റേറ്റോടെ PBKS നാലാമതുമാണ്. പിന്നെ 2 പോയിൻ്റുള്ള 3 ടീമുകളുണ്ട്. ഒന്ന് SRH ആണ്. അതിൽ SRH പക്ഷേ 3 കളി കളിച്ചിട്ടുണ്ട്. 1 ജയം 2 തോൽവികൾ, 2 പോയിൻ്റ്, +0.275 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. MIക്ക് 2 പോയിൻ്റ്, 2 കളി 1 ജയം 1 തോൽവി, -0.206 നെറ്റ് റൺ റേറ്റോടെ അവർ 6ാം സ്ഥാനത്ത്. LSGക്ക് 2 പോയിൻ്റ്, 2 കളി 1 ജയം 1 തോൽവി, -0.542 നെറ്റ് റൺ റേറ്റോടെ അവർ 7ാമത്. 8, 9, 10 സ്ഥാനത്ത് GTKK, CSK ടീമുകൾക്ക് പോയിന്റുകളില്ല. കളിയൊക്കെ തോറ്റിട്ടുണ്ട്. അതിൽ CSK 3 കളി തോറ്റിരിക്കുകയാണ്. CSK ആണ് 10ാമത്, -2.517 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. 9ാമതാണ് KKR, കളിച്ച 2 കളി തോറ്റു, -1.964 ആണ് നെറ്റ് റൺ റേറ്റ്. 8ാമതാണ് GT, കളിച്ച 2 കളി 2 തോറ്റു, -0.424 ആണ് നെറ്റ് റൺ റേറ്റ്. ഇനി പവർ റാങ്കിങ്ങിലേക്ക് കടന്നാൽ നമ്മുടെ പോയിൻ്റ് പട്ടിക പോലെ തന്നെ 10ാമതാണ് CSK. വാവ് ആർക്കെങ്കിലും എതിർപ്പുണ്ട? നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ എനിക്ക് ഓർമ്മയുണ്ട, CSK ഉണ്ടായിരുന്നത് 5ാം സ്ഥാനത്താണ്. പക്ഷെ ബൗളിംഗ് പരിതാപകരമാണെന്ന് വീണ്ടും തെളിയുന്നു. അതിനൊരു പരിഹാരവുമില്ല എന്ന് ആദ്യ കളിയിൽ തന്നെ മനസ്സിലായപ്പോൾ CSKയുടെ ഭാവി ഇരുളടഞ്ഞതാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ സ്പെഷ്യലായിട്ട് എൻ്റെ റീൽ തന്നെയുണ്ട്, CSKയുടെ മുന്നിൽ ഇരുള് മാത്രം എന്ന് പറഞ്ഞിട്ട്. ആദ്യ കളി കഴിയുമ്പോഴാണ് നമ്മളത് പറയുന്നത്. ഏതായാലും പിന്നെ നമ്മൾ കാണുന്നത് ആഫ്റ്റർ ഫസ്റ്റ് മാച്ച് CSKയുടെ പവർ റാങ്കിങ് 5ൽ നിന്ന് 8ലേക്ക്. ഇപ്പോൾ സെക്കൻഡ് റൗണ്ടിന് ശേഷം എന്ന് പറഞ്ഞാൽ CSKയുടെ 3 കളിയും കഴിഞ്ഞു. ബാക്കി കളികൾ 2ഉം പൊട്ടി. ഇപ്പോൾ 3 കളിയും പൊട്ടി. CSK 10ാമതേക്ക് വീഴുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? 10 തന്നെ. ഇതിൽ അർഹിക്കുന്ന 10ാം സ്ഥാനം CSKയുടേതാണ്. കഴിഞ്ഞ തവണത്തെ അതേ അവസ്ഥയിലേക്ക് CSK പോകുന്ന ഒരു നിരാശജനകമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ബാറ്റിംഗ്. ഇപ്പോൾ ഇന്നൊരു സുഹൃത്തിൻ്റെ കമൻറ്റ് ഉണ്ട്, ഇത്തവണ കാർഡ് വെച്ച് പിടിപ്പിക്കുന്ന പരിപാടിയില്ലാന്ന്. അത് ഒരു പരിധി വരെ ശരിയാണ്. റണ്ണ് വരുന്നുണ്ട്. റൺ ഇനിയും വരും. കാരണം ഡേവിഡ് ബ്രവിസ് മടങ്ങിയെത്തിയാൽ, സഞ്ജുവും രുദ്രാജും ഒക്കെ ഫോമിലേക്ക് എത്തിയാൽ തീർച്ചയായിട്ടും CSK റണ്ണടിക്കും ഇത്തവണ. കഴിഞ്ഞ തവണത്തെ പോലെയല്ല. കഴിഞ്ഞ തവണ ബാറ്റിംഗ് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇത്തവണ ബാറ്റിംഗ് അത്ര വലിയ പ്രശ്നങ്ങളില്ല. അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള തോന്നലാണ് ഇപ്പോഴുള്ളത്. പക്ഷെ ബൗളിങ്
ബൗളിങ് നഥാൻ എല്ലിസിനെ മാത്രം കരുതിയിട്ടാണോ ഈ ടീമിൻ്റെ ബൗളിങ് സെറ്റ് ചെയ്തിരുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. എല്ലിസും അത്ര വലിയ എല്ലിസ് ഇപ്പോൾ ഇത് പറയുമ്പോൾ മൈറ്റിക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ സത്യം പറയണല്ലോ, IPL വന്നിട്ട് എല്ലിസിനെ മാത്രം ഒരു കുന്തമനയായിട്ട് വെച്ചിട്ട് പോകാൻ പറ്റുമെന്നാണ് CSK വിചാരിച്ചിരുന്നെങ്കിൽ അതത്ര പോസിറ്റീവ് ഒന്നും ആയിരുന്നില്ല. ഇപ്പം എല്ലിസിന് പകരം വെച്ച അയാളെ കൊണ്ടുവന്നയാളോ, അയാൾ അതിനേക്കാൾ വലിയ അടിയോടടിയും കുറിയരിക്കഞ്ഞും വാങ്ങുന്ന ആളാണ്. അയാൾക്കാണെങ്കിൽ ഇപ്പോൾ റിഹാബിലിറ്റേഷൻ ആണ്, പരിക്കിൻ്റെ റിഹാബുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് CSKയുടെ ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ ആശങ്കകളുണ്ട്. അതെങ്ങനെ പരിഹരിക്കപ്പെടുന്നുള്ളതാണ്. അതിനെ കൂടി കവറപ്പ് ചെയ്യുന്ന രൂപത്തിലുള്ള വലിയ സ്കോറുകൾ അവരടിക്കേണ്ടതുമുണ്ട്. അതുകൊണ്ട് മുന്നോട്ടുള്ള പോക്ക് ഒട്ടും ശുഭകരമല്ല, എളുപ്പമല്ല. ദാറ്റ്സ് വൈ CSK ഈസ് അറ്റ് നമ്പർ 10 പവർ റാങ്കിങ്ങിൽ. റാങ്ക് 10ലാണ് ഇപ്പോൾ എന്തായാലും CSK ഇരിക്കുന്നത്. നമ്മുടെ പവർ റാങ്കിങ്ങിൽ 9ാം സ്ഥാനം നമ്മൾ നോക്കുന്നു. 9ാം സ്ഥാനത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇത്തവണ GT ആണ് 9ാം സ്ഥാനത്ത്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ നമ്മുടെ 2ാമത്തെ പവർ റാങ്കിങ്ങിൽ സെക്കൻഡ് എപ്പിസോഡിൽ GT ഉണ്ടായിരുന്നത് 10ാമതാണ്. GT തോറ്റിട്ട് എങ്ങനെ പിന്നെ മുന്നോട്ട് കയറി? CSK പിന്നും തോറ്റാൽ പിന്നെ CSK താഴേക്ക് വരുമ്പോൾ ആരെങ്കിലും മുകളിലേക്ക് കയറില്ല. അതാണ്. അല്ലാതെ GTയുടെ പെർഫോമൻസിൻ്റെ മികവ് കൊണ്ട് GT ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയതല്ല. GTയുടെ ഒപ്പം CSK അതിനേക്കാൾ മോശം പ്രകടനം നടത്തിക്കൊണ്ട് അവർ താഴേക്ക് പോയതാണ്. ഏതായാലും രാജസ്ഥാൻ റോയൽസിനെതിരെ GT അത്ര മോശം പ്രകടനം എന്ന് പറയാനില്ല. തുഷാർ ദേശ്പാണ്ഡെയുടെയും അതുപോലെ തന്നെ ജോഫ്രെ ആർച്ചറുടെയും അവസാനത്തെ 2 ഓവറുകളിലാണ് ശരിക്കും പറഞ്ഞാൽ GT ആ കളി കൈവിട്ടു പോയത്. പിന്നെ ക്യാപ്റ്റൻ ഇല്ലാതെ, ശുഭ്മൻ ഗിൽ ഇല്ലാതെയാണല്ലോ അവർ ഇറങ്ങിയത്. അതും അവരെ ബാധിച്ചിരുന്നു. എന്നാലും ആ കളിയിലെ സായി സുദർശൻ്റെയൊക്കെ മികച്ച ബാറ്റിംഗ് പ്രകടനം അവർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. ഏതായാലും ആ കളി അവർ പരാജയപ്പെട്ടിരുന്നു. GTയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആക്കാനുണ്ട്. പതിയെ ജോസ് ബട്ട്ലർ ഫോമിലേക്ക് എത്തുന്നതിൻ്റെ ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. അത് ശുഭകരമാണ്. പക്ഷേ ഗ്ലെൻ ഫിലിപ്സ്, വാഷിംഗ്ടൺ സുന്ദർ, രാഹുൽ തെവാറ്റിയ തുടങ്ങിയവരൊക്കെ ഇനിയും ബാറ്റ് കൊണ്ട് മികവിലേക്ക് എത്തേണ്ടതുണ്ട്. സോ GT at നമ്പർ 9. പവർ റാങ്കിങ്ങിൽ 8ാം സ്ഥാനത്ത് SRH. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ അവർ 5ാം സ്ഥാനത്തായിരുന്നു. അതിന് മുമ്പത്തെ പവർ റാങ്കിങ്ങിൽ അവർ 6ാം സ്ഥാനത്തുമായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ SRH വീണ്ടും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. SRH 8ാം സ്ഥാനത്താണ്. ഈ പറഞ്ഞ പ്രശ്നം SRHനുണ്ട്, ബൗളിംഗ് പ്രശ്നം. എന്ത് പരിഹാരമാണ് SRHന് ഈ ഒരു ബൗളിംഗ് പ്രശ്നം പരിഹരിക്കാനുള്ളത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടുമുണ്ട്. പാറ്റ് കമിൻസ് മടങ്ങി വരും എന്ന് ഉള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. അദ്ദേഹം നാട്ടിലേക്ക് പോയിട്ടുണ്ട്. സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞ് അത് ഓക്കെ ആണെങ്കിൽ ഫെബ്രുവരി 19 അദ്ദേഹം ടീമിനോടൊപ്പം റീജോയിൻ ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് ബൗളിംഗ് ശരിയാക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ബാറ്റിങ്ങും ഇൻകൺസിസ്റ്റൻ്റ് അല്ലേ? ഇപ്പോൾ ഈ ഒരു റൗണ്ടിൽ 2 കളികൾ കളിച്ച 2 ടീമുകളിലൊന്നാണ് SRH. അതിൽ SRH KKRനോട് വിജയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 226 റൺസ് അവരടിക്കുകയുണ്ടായി. KKRനെ 161 റണ്ണിന് അവർ ഓൾ ഔട്ടാക്കി. RCBക്കെതിരെ ആദ്യ കളിയിൽ അവർ 203 റൺസ് അടിച്ചിരുന്നു. 200 എളുപ്പത്തിൽ അവരടിക്കുമെന്ന് തോന്നി എല്ലാവരും കാത്തിരുന്നപ്പോഴാണ് ഈ LSGക്കെതിരെയുള്ള കളിയിൽ 156 ഒതുങ്ങുന്നത്. KKRനെതിരെ ഒരുവിധം ഒരു ബൗളിംഗ് പ്രശ്നങ്ങൾ മാറുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാക്കിയെങ്കിലും അത് വീണ്ടും LSGക്കെതിരെ ആവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. SRHനെ സംബന്ധിച്ചിടത്തോളം ഇൻകൺസിസ്റ്റൻസി ബാറ്റിങ്ങിൽ നോക്കുക. ഈ ഒരു കളിയിൽ അവർ ട്രാവിസ് ഹെഡ്, അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ അവരുടെ ടോപ്പ് 3 ആണ്. 3 പേരും പരാജയപ്പെട്ടു. ട്രാവിസ് ഹെഡ് 7, അഭിഷേക് ശർമ്മ ഡക്ക്, ഇഷാൻ കിഷൻ 1. പിന്നെ ലിയാം ലിവിങ്സ്റ്റന് ഒരു പ്ലേയിങ് അവസരം കൊടുത്തു. അദ്ദേഹം അത് മുതലാക്കിയില്ല, 14 റൺസ്. ക്ലാസിനും നിതീഷ് കുമാർ റെഡ്ഡിയും ചേർന്നുകൊണ്ട് ടീമിനെ രക്ഷപ്പെടുത്തിയെടുത്തതുകൊണ്ടാണ് 150 മുകളിലേക്ക് പോയത്. പക്ഷെ അത് മതിയാവുമായിരുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് LSG കാണിച്ചു തന്നു. ശരിയാണ്, ഒരു പന്ത് ശേഷിക്കുകയല്ല അവർ വിജയിച്ചെന്നൊക്കെ പറയാം. പക്ഷേ കമാൻ കമ്പോസ്ഡ് ആയിട്ട് ഋഷഭ് പന്താണ് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്തത്. ഏഡൻ മർക്രമിൻ്റെ തുടക്കത്തിലെ ആഞ്ഞടി തടയാനും കഴിഞ്ഞില്ല SRHന്. സോ SRHൻ്റെ ഭാഗത്ത് ഇപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നുണ്ട് എന്നർത്ഥം. പാറ്റ് കമിൻസിൻ്റെ വരവോടുകൂടി ടീം ഒന്നുകൂടി ശരിയാവും എന്ന് തന്നെ കരുതാം. അദ്ദേഹം വരും. ഏപ്രിൽ 19 ആകുമ്പോഴേക്കും അദ്ദേഹം എത്തും. പിന്നെ 7ാമത് KKR. കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും KKR 7ാമതായിരുന്നു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എപ്പിസോഡിലും സെക്കൻഡ് എപ്പിസോഡിലും KKR 7ാമതാണ്. ഇപ്പോൾ തേർഡ് എപ്പിസോഡിലും KKR 7ാം സ്ഥാനത്ത് തന്നെയാണ്. KKRൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ബൗളിങ് അവർക്കും പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്.
KKR 2 കളി 2ഉം പൊട്ടി നിൽക്കുകയാണല്ലോ. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇപ്പോൾ KKRൻ്റെ ബാറ്റർമാരിൽ പലർക്കും വലിയ പ്രതീക്ഷയുണ്ട്. അജിങ്ക്യ രഹാനെ കഴിഞ്ഞ കളിയിൽ മോശമായി എന്നുള്ളത് ശരിയാണ്. എന്നാൽ പോലും മറ്റു ബാറ്റർമാർ പങ്കജ് രഘുവൻഷി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതീക്ഷയാണ് അവർക്ക് നൽകുന്നത്. റിങ്കു മോശമല്ലാത്ത രൂപത്തിൽ കഴിഞ്ഞ കളിയിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട്. ഫിനാലൻ 7 പന്തിന് 28 റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത്. സോ ഫിനാലനും അവിടെ ഉണ്ട്. ടീം സൈഫായിട്ട് വേണമെങ്കിൽ കളിക്കാൻ റെഡിയായിട്ട് ബെഞ്ചിലുമുണ്ട്. രഹാനെ കഴിഞ്ഞ കളി മോശമായെങ്കിൽ അതിന് മുമ്പത്തെ കളി നന്നായി കളിച്ചിട്ടുണ്ട്. ക്യാമറൺ ഗ്രീൻ്റെ കപ്പാസിറ്റി നമുക്കറിയാം, അദ്ദേഹത്തിന് ആ മികവ് കാണിക്കാൻ കഴിയുമെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മോശമല്ലാത്തൊരു ബാറ്റിംഗ് നിരയുണ്ട്. പക്ഷേ ബൗളിങ്ങിൽ ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ വജ്രായുധമെന്ന് അവർ കണക്കാക്കുന്ന വരുൺ ചക്രവർത്തി വളരെ വളരെ ഓഫ് കളേർഡായി പോയിട്ടുണ്ട്. അദ്ദേഹം വേൾഡ് കപ്പ് തന്നെ ഓഫ് കളറായി തുടങ്ങിയിരുന്നു. അപ്പോൾ അത് അതിൻ്റെ പീക്കിലാണ്. അതുകൊണ്ടാണല്ലോ SRH കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിന് ആകെ കൊടുത്തത് 2 ഓവറാണ്. 2 ഓവറിൽ 31. പിന്നെ ഓവർ കൊടുത്തുമില്ല. സുനിൽ നാരായൺ 4 ഓവറിൽ 39. മുസറബാനി 4 വിക്കറ്റ് എടുത്തെങ്കിലും അദ്ദേഹം എക്സ്പെൻസീവാണ്. എല്ലായ്പ്പോഴും അദ്ദേഹം എക്സ്പെൻസീവാണ്. വൈഭവ് അറോറക്ക് 2 വിക്കറ്റ് കിട്ടി. പക്ഷേ അദ്ദേഹവും അത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്ന ഫീലിംഗ് ഇല്ല. എല്ലാം കൂടി നോക്കുമ്പോൾ ബൗളിങ് അവർക്കൊരു തിരിച്ചടി തന്നെയാണ്. അതിനെന്ത് പരിഹാരം എന്നുള്ളതാണ് ചോദ്യം. തിരികെ വരുമോ പതിരാന എന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും KKR 7ാം സ്ഥാനത്ത്. LSG ആണ് ഈ പവർ റാങ്കിങ്ങിൽ നേട്ടമുണ്ടാക്കിയൊരു ടീം. അവർ 6ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ കളിയിൽ LSG കഴിഞ്ഞ കളിക്ക് ശേഷം, അതായത് ആദ്യ റൗണ്ടിന് ശേഷമുള്ള പവർ റാങ്കിങ്ങിൽ LSG ഉണ്ടായിരുന്നു 9ാം സ്ഥാനത്താണ്. കളി തുടങ്ങുന്നതിന് മുമ്പുള്ള LSGയുടെ പവർ റാങ്കിങ് 8 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ആ രണ്ടും മറികടന്നിട്ട് 6ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ഋഷഭ് പന്തിൻ്റെയും ഇഡൻ മൾക്രമിൻ്റെയും ഒക്കെ ഒരു പ്രകടനം കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടതാണല്ലോ. അതവർക്ക് ഇനിയും തുടരാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ അവരുടെ ആരാധകർക്ക് എന്തായാലും ഉണ്ട്. സോ LSG ഇപ്പം 156 റൺസ് SRH അടിച്ചപ്പോൾ അവരത് 19.5 ഓവറുകളിൽ ചേസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിൽ ബൗളിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ആണെങ്കിലും ഒരല്പം മെച്ചപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ അതിലുണ്ട്. നമ്മൾ എടുത്ത് പറയേണ്ട ഒരു ബൗളിംഗ് പ്രകടനം മുഹമ്മദ് ഷമിയുടേതാണ്. അദ്ദേഹം 4 ഓവറുകൾ തുടർച്ചയായിട്ട് എറിഞ്ഞ് 9 റൺസാണ് വിട്ടുകൊടുത്തത്. 2 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തുകയും ചെയ്തു. സോ അത് അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം ആശങ്ക എന്താണ് എന്ന് ചോദിച്ചാൽ നിക്കോളാസ് പൂറൻ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു മികവിലേക്ക് എത്തിയിട്ടില്ല. മിച്ചൽ മാർഷ്, ഈ 2 താരങ്ങളുടെ ഭാഗത്തു നിന്ന് അവരുടെ നിലവാരത്തിനൊത്തുക പ്രകടനം ഇനിയും വരേണ്ടതുണ്ട്. വരുമെന്ന് പ്രതീക്ഷിക്കാം. മാർക്രമും പന്തും ഒക്കെ ചേർന്നുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയതിൽ അവരുടെ ആരാധകർക്ക് പ്രതീക്ഷയുണ്ട്, സന്തോഷമുണ്ട്. സോ LSG അറ്റ് നമ്പർ 6, രാജസ്ഥാൻ റോയൽസ് അറ്റ് നമ്പർ 5. നോക്കുക, നമ്മുടെ കളിക്ക് മുമ്പുള്ള പവർ റാങ്കിങ്ങിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ സ്ക്വാഡ് ഇംബാലൻസ്ഡ് ആണ് എന്നുള്ള വിലയിരുത്തലിൽ നമ്മൾ 10ാം സ്ഥാനമാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേസമയം ആദ്യ കളി കഴിഞ്ഞതോടുകൂടി അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ള സൂചന കിട്ടിയതോടുകൂടി പവർ റാങ്കിങ്ങിൽ നമ്മളവരെ 6ാം സ്ഥാനത്തേക്ക് ഉയർത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും അത് ഉയർത്തുകയാണ്. അവർ 5ാം സ്ഥാനത്താണ് ഇപ്പോൾ പവർ റാങ്കിങ്ങിലുള്ളത്. ഇനിയും മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. റിയാൻ പരാഗും അതുപോലെ കുമാർ സംഗക്കാരെയും ഒക്കെ ചേർന്നുകൊണ്ട് ആ ടീമിനെ മികച്ച രൂപത്തിൽ മാനേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഇപ്പോൾ പോയിൻ്റ് പട്ടികയിൽ അവർ 2ാം സ്ഥാനത്താണ്. ഇതേ മികവ് അവർക്ക് തുടരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. ഏറ്റവും ഒടുവിൽ അവർ കളിച്ചത് GTക്കെതിരെയുള്ള കളിയായിരുന്നല്ലോ. ആ കളിയിൽ അവർ വളരെ മികച്ച രൂപത്തിൽ തന്നെ വിജയിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പത്തിലായിരുന്നില്ല എന്നുള്ളത് ശരിയാണ്. 6 റൺസിൻ്റെ വിജയമാണ് നേടിയത്. പക്ഷേ തുഷാർ ദേശ്പാണ്ഡെയെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, ഇതൊക്കെ നല്ല രൂപത്തിൽ അവരുടെ ക്യാപ്റ്റൻ ചെയ്തിട്ടുണ്ട്. തുഷാർ ദേശ്പാണ്ഡെയുടെ ആ ഒരു ഓവറിൽ വെറും 4 റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. അങ്ങനെ ടീം 6 റൺസിന് വിജയിച്ച് കയറി. അതിൽ പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ജയ്സ്വാൾ, വൈഭവ് സൂര്യവംശി ഓപ്പണിംഗ് കൂട്ടുകെട്ട് ക്ലിക്കായി. വൈഭവ് പതിവ് പോലെ തന്നെ മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്തു. ജയ്സ്വാൾ 36 പന്തിൽ 55 റൺസും അടിച്ചു. ധ്രുവ് ജുറൽ നമ്പർ 3യിൽ തൻ്റെ വേർത്ത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തന്ന് അദ്ദേഹം 75 റൺസും അടിച്ചു. ഹെറ്റി 8 പന്തിൽ നിന്ന് ഒരു 4 2 6 അടക്കം 18 റൺസ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ അവർക്ക് കാര്യങ്ങൾ നല്ല രൂപത്തിൽ ക്ലിക്കായി പോകുന്നുണ്ട് എന്നുള്ളതാണ്. രവീന്ദ്ര ജഡേജ, അദ്ദേഹം പന്തെറിന്ന് മാത്രമല്ല മികച്ച രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ഫീൽഡിങ്ങിലെ സാന്നിധ്യവും ടീമിന് ഗുണകരമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ രാജസ്ഥാൻ റോയൽസിന് പ്രതീക്ഷകൾക്ക് വഴിയുണ്ട്, വകുപ്പുണ്ട് എന്നർത്ഥം. ജോഫ്രെ ആർച്ചർ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ
അത്ര മികവിലായിരുന്നില്ലെങ്കിൽ ഈ സീസണിൽ അദ്ദേഹം മികവ് കാണിക്കുന്നുണ്ട്. അദ്ദേഹം എറിഞ്ഞ 19ാമത്തെ ഓവറിൽ 4 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ബർഗർ ഏതായാലും ഫോമിൽ തന്നെയാണ്. ജഡേജ അദ്ദേഹത്തിൻ്റെ ഹാൻഡ് നൽകുന്നു. ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഇറങ്ങിയ രവി ബിഷ്ണോയ് 4 വിക്കറ്റുകളാണ് പിഴുതെടുത്തത്. മൊത്തത്തിൽ ടീം കോമ്പിനേഷനും അതിൻ്റെ ഹാൻഡ്ലിങ്ങും ഒക്കെ ഇപ്പോൾ റൈറ്റ് പാത്തിലാണ് എന്ന് പറയേണ്ടി വരും. രാജസ്ഥാൻ റോയൽസ് 5ാം സ്ഥാനത്ത്. നാലാമതാണ് മുംബൈ ഇന്ത്യൻസ്. മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദ്യ പവർ റാങ്കിങ് ബിഫോർ ദി മാച്ച് 2ാമതായിരുന്നു. ആദ്യ കളിക്ക് ശേഷം അവർ 2ാമത് തുടർന്നു. ഇപ്പോഴിതാ അവർ 4ാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു. ഒരു കളി തോറ്റത് കൊണ്ട് നമുക്ക് അവരെ എഴുതിത്തള്ളാനൊന്നും പറ്റില്ല. മുംബൈനെയൊക്കെ താൻ 4ാമത് ഇടുകയാണെന്നൊക്കെ ചോദിക്കാനാളുണ്ടാകും. കാരണം മുംബൈ പോയിൻ്റ് പട്ടികയിൽ 6ാമതല്ലേ, എല്ലാം ജയിച്ച് വേറെ ടീമുകളില്ലേ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഒരു കളി തോറ്റത് കൊണ്ട് മുംബൈയുടെ കിരീട സാധ്യത മങ്ങി എന്ന് നിഷ്കളങ്കരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം വേണ്ട വിധത്തിൽ പിടികിട്ടിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. ശരിയാണ്, DC അവർ തോറ്റു, DC തോറ്റിട്ടുണ്ട്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും റിസ്വിയുടെ ഒരു വല്ലാത്തൊരു ഫോം അത് പണി കൊടുത്തത്. അതുമാത്രമല്ല, പിന്നെ റൺസ് ഒരല്പം കുറവായിരുന്നു. 162 റൺസിൽ ഒതുങ്ങി. ഹാർദിക് പാണ്ഡ്യ കളിക്കാതിരുന്നത് അവർക്ക് തിരിച്ചടിയായി. ഹാർദിക് പാണ്ഡ്യ ഉണ്ടായിരുന്നെങ്കിൽ ആ ഇന്നിങ്സ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് അദ്ദേഹം ഫിനിഷ് ചെയ്തേനെ. ഒരു 180 190 ഒക്കെ വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ സൂര്യകുമാർ യാദവിൻ്റെ അർദ്ധ സെഞ്ചുറി ഉണ്ടായിരുന്നു. ഇതെല്ലാം അവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ DC സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലും അവർക്ക് വിജയിക്കേണ്ടതുണ്ടായിരുന്നു. അതിനവർക്ക് തുടക്കത്തിൽ KL രാഹുൽ ഫോം ഔട്ടായി എന്നുള്ളൊരു സങ്കടമുണ്ട്. കാരണം കഴിഞ്ഞ കളിയിലും അദ്ദേഹം മോശമായിരുന്നല്ലോ. പക്ഷെ നിസാങ്ക അവസരത്തിന് ഉയർന്നു. തൻ്റെ വേൾഡ് കപ്പിലെ ഫോം ഇങ്ങോട്ടേക്ക് കൂടി കൊണ്ടുവരുന്ന കാഴ്ച കണ്ടു. അതോടൊപ്പം തന്നെ സമീർ റിസ്വി, ഡേവിഡ് മില്ലർ ഇങ്ങനെയുള്ളവരൊക്കെ ടീമിന് വേണ്ടി മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു. സമീർ റിസ്വിയെ നമ്മൾ ഇനിയും ഭയക്കണം. ഇനിയും നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രകടനം കാണാൻ കഴിഞ്ഞേക്കും. സോ ഇവിടെ DC 3ാം സ്ഥാനത്തും മുംബൈ ഇന്ത്യൻസ് 4ാം സ്ഥാനത്തുമായിട്ടാണ് വരുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒരുമിച്ച് പറയാൻ കാരണം ഈ ഒറ്റ കളിയാണല്ലോ 2 ടീമിനെയും ബാധിക്കുന്നത്. അതുകൊണ്ടാണ് മുംബൈ ഇന്ത്യൻസ് വരുന്നത് 4ാം സ്ഥാനത്ത്, അവരെ തോൽപ്പിച്ച് DC വരുന്നത് 3ാം സ്ഥാനത്ത്. DC ഇതിന് മുമ്പത്തെ പവർ റാങ്കിങ്ങിലും 3ാം സ്ഥാനത്തായിരുന്നു. അതുപോലെ പവർ റാങ്കിങ് 1ലും അവർ 3ാമതായിരുന്നു. അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരുടെ ആ ഒരു സ്ഥാനം നിലനിർത്തുന്നുണ്ട്. അവരുടെ പെർഫോമൻസും ആ രൂപത്തിലാണ്. ഇനി മുംബൈയുടെ കാര്യത്തിൽ നമുക്ക് അത്ര വലിയൊരു ആശങ്കയ്ക്ക് ഈ ഒരു കളി തോറ്റത് കൊണ്ട് വകയൊന്നുമില്ല. അവർക്ക് കരുത്തുറ്റ ടീമുണ്ട്. ഹാർദിക് പാണ്ഡ്യ മടങ്ങി വരും. മുന്നോട്ട് പോകാൻ തന്നെ കഴിയും എന്ന് വേണം കരുതാൻ. ഇനി 2ാമത്, കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 4ാമതുണ്ടായിരുന്ന ടീം, കഴിഞ്ഞ 2 പവർ റാങ്കിങ്ങുകളിലും 4ാമതുണ്ടായിരുന്ന ടീം, ആ ടീം RCB ഇതാ 2ാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുകയാണ് RCB. ബാക്ക് ടു ബാക്ക് കിരീടങ്ങളിലേക്ക് പോകണമെന്നവർക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്, കൊതിയുണ്ട്. അതനുസരിച്ചുള്ളൊരു പെർഫോമൻസ് അവർ കളിക്കളത്തിൽ ഇപ്പോൾ നടത്തുന്നുമുണ്ട്. എന്തൊരു ഫോമിലാണ് അവരുടെ ബാറ്റിംഗ് നിര, എന്തൊരു മികവാണ് അവരുടെ ഒരു ഹിറ്റർമാർ നടത്തിയിട്ടുള്ളത്. ഫിൽ സാൾട്ട്, വിരാട് കോഹ്ലി എന്നിവർ പതിയാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് CSK ബൗളർമാരെ ആഞ്ഞടിക്കുന്ന, എടുത്തിട്ട് അലക്കുന്ന ബാറ്റിംഗ് ലൈനപ്പ്. ദേവദത്ത് പടിക്കൽ 29 പന്തിൽ 50 റൺസ് തുടർച്ചയായ 2ാമത്തെ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ വക അർദ്ധ സെഞ്ചുറി. പട്ടിദാർ 19 പന്തിൽ 48 പുറത്താകുന്നു. പിന്നെ ആ ഒരു ഡിസ്ട്രക്ഷൻ അതിൻ്റെ ഏറ്റവും പീക്കിൽ നമുക്ക് കാണിച്ചു തന്ന ടിം ഡേവിഡ് 25 പന്തിൽ നിന്ന് 3 ഫോറും 8 സിക്സറും അടക്കമാണ് അദ്ദേഹം 70 റൺസ് അടിച്ച് പുറത്താകുന്നത്. അവസാനത്തെ 5 ഓവറിൽ മാത്രം 97 റൺസ് അവരടിച്ചിട്ടുണ്ട്. ശരിയാണ്, സൂപ്പർ കിങ്സും 100-200 റൺസ് അടിച്ചു. ബൗളിംഗ് ഒന്നുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഡഫി കഴിഞ്ഞ കളിയിൽ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. 4 ഓവറിൽ 58 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. സോ ഹേസൽവുഡിൻ്റെ മടങ്ങി വരവ് തൊട്ടടുത്ത കളി തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം മടങ്ങി വന്നാൽ ആ പ്രശ്നങ്ങൾ അവർക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. സോ RCB തവണയും ഭയക്കണം. കിരീടത്തിലേക്ക് പോകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള 2ാമത്തെ ടീമായിട്ട് നമ്മളിപ്പോൾ RCB വിലയിരുത്തുന്നു. വീണ്ടും ഒന്നാമത് പോയിൻ്റ് പട്ടികയിൽ 4ാം സ്ഥാനത്താണ്. പക്ഷേ നമ്മുടെ പവർ റാങ്കിങ്ങിൽ കഴിഞ്ഞ 2 പവർ റാങ്കിങ്ങിൽ എന്ന പോലെ ഇത്തവണയും PBKS 1ാം സ്ഥാനം പിടിക്കുന്നു. പലർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ PBKS ഈ IPLലെ വെൽ റൗണ്ടഡ് സ്ക്വാഡാണ് എന്ന് നമ്മൾ വിശകലനം നടത്തിയത് വെറുതെയല്ല. വീണ്ടും അവർ അത് നമുക്ക് മുന്നിലേക്ക് കാണിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കളിയിലും നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്നത്തെ മത്സരത്തിൽ അവർ KKRനെതിരെ വീണ്ടും അതുപോലുള്ളൊരു പ്രകടനം നടത്തിയേക്കും എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ കളി എന്ന് പറയുമ്പോൾ
അത് CSKക്കെതിരെയുള്ള കളിയായിരുന്നു. ആ കളിയിൽ അവർ 5 വിക്കറ്റിൻ്റെ വിജയം 8 പന്തുകൾ ശേഷിക്കെയാണ് നേടിയിട്ടുണ്ടായിരുന്നത്. അന്നും അവരുടെ ബാറ്റർമാർ മികവ് കാണിച്ചു. കനോലി വീണ്ടും മികവ് കാണിച്ചു. 22 പന്തുകൾ 36. പ്രിയാൻ ഷാരിയ 11 പന്തുകളിൽ നിന്നാണ് 3 4ഉം 4 6ഉം അടക്കം 39 റൺസ് ആ പയ്യൻ അടിച്ചു കൂട്ടിയത്. പ്രഭ്സിമ്രാൻ ഫോമിലാണ്, 43 റൺസ് അടിക്കുകയുണ്ടായി. അയ്യർ ദി ഗ്രേറ്റ് കളിയെ നിയന്ത്രിച്ച് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയ ക്യാപ്റ്റൻ അർദ്ധ സെഞ്ചുറിയാണ് അദ്ദേഹത്തിൻ്റെ വകയുണ്ടായിരുന്നത്. സോ എല്ലാം കൊണ്ടും ഒരു വെൽ റൗണ്ടർ ആയിട്ടുള്ള ടീമാണ്. കാരണം അവർക്ക് അവരുടെ ഓൾറൗണ്ടർമാരുടെ കാര്യം നോക്കുക. ഇനിയിപ്പോൾ കഴിഞ്ഞ കളി ബാറ്റ് ചെയ്തിട്ടില്ലെങ്കിലും വരാനിരിക്കുന്നത് മാർക്കോ യൻസനുണ്ട്. സ്റ്റോയിനിസ് 3 ബോളേ നേരിട്ടുള്ളൂ, 9 റൺസ് അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നു. സോ മൊത്തത്തിൽ ഇതൊരു മികച്ച ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കൂടുതൽ കിരീട സാധ്യതയുണ്ട്. ഇതേ പോക്ക് പോവുകയാണെങ്കിൽ അവർ കിരീടത്തിലെത്തിയാൽ അത്ഭുതപ്പെടേണ്ടില്ല. അപ്പോൾ 2 റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോഴുള്ള നമ്മുടെ പവർ റാങ്കിങ്ങിൻ്റെ സംക്ഷിപ്ത രൂപം ഇതാണ്. 1 PBKS, 2 RCB, 3 DC, 4 MI, 5 രാജസ്ഥാൻ റോയൽസ്, 6 LSG, 7 KKR, 8 SRH, 9 GT, 10 CSK. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.